Next topic, algorithm analysis. Algorithm is the step-by-step method to solve a problem. ഒരു problem solve ചെയ്യാനുള്ള step-by-step method ആണ് algorithm. ഒരു problem കിട്ടിക്കഴിഞ്ഞാൽ ആ problem solve ചെയ്യാൻ there may be different ways. Okay, ഒരു problem solve ചെയ്യാൻ ഒരു മെത്തേഡ് മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് ways, ഒരുപാട് മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും there may have different algorithms. Okay, അപ്പം ഒരു പ്രോബ്ലം ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇപ്പം ഒരു 2 അൽഗോരിതം വരിക. അതിൽ ബെസ്റ്റ് അൽഗോരിതം അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതായത് അൽഗോരിതം അനലൈസ് ചെയ്യാം. അതായത് in order to check whether it is efficient, okay, which is the best അല്ലെങ്കിൽ efficient algorithm. Okay, അപ്പോൾ എഫിഷ്യൻസി ഒരു അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ബെസ്റ്റ് അൽഗോരിതം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ there are 2 methods. That is time complexity, second one space complexity. ഈ 2 ടേംസ് നോക്കിയിട്ടാണ് ഒരു അൽഗോരിതം എഫിഷ്യന്റ് ആണോ, വിച്ച് ഈസ് ദ ബെസ്റ്റ് അൽഗോരിതം എന്നൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ടൈം കോംപ്ലക്സിറ്റി മീൻസ് the time taken, okay, maximum time taken by that algorithm to complete. ഓക്കെ, എത്ര ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി മീൻസ് എത്ര സ്പേസ് ആണ് അത് എടുക്കുന്നത് ടു കംപ്ലീറ്റ് ദ അൽഗോരിതം, ടു കംപ്ലീറ്റ് ദാറ്റ് പ്രോബ്ലം. അപ്പം അതിൽ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേക്ക് മിനിമം ടൈം ആൻഡ് മിനിമം സ്പേസ്. സ്പേസ് മീൻസ് റാം സ്പേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മിനിമം ടൈമും അതുപോലെ മിനിമം സ്പേസ് എടുത്ത് ചെയ്യുന്ന അൽഗോരിതം ഏതാണോ ദാറ്റ് അൽഗോരിതം ഈസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് വൺ. ഓക്കെ, ഇങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറയാറ്. ഇതിനാണ് ടോട്ടലി പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം. ഓക്കെ, കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം. ഇനി ഇവിടെ നമ്മൾ 2 കോംപ്ലക്സിറ്റി പറഞ്ഞു, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ റാം സ്പേസ് എന്ന് പറഞ്ഞു. അത് ഏകദേശം ഏതെല്ലാ അൽഗോരിതത്തിനും ഓക്കെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ 2-3 അൽഗോരിതംസ് ഉണ്ടെങ്കിൽ അൽഗോരിതംസിനൊക്കെ ഏകദേശം ഒരേ സ്പേസ് തന്നെയാണ് എടുക്കുക. സോ ദാറ്റ്സ് നോട്ട് എ ബിഗ് മാറ്റർ. ബട്ട് അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ ടൈം കോംപ്ലക്സിറ്റി. ടൈം ടേക്കൺ ബൈ ദാറ്റ് അൽഗോരിതം ടു കംപ്ലീറ്റ്. ഓക്കെ, അതാണ് ഇത് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഈ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാണാൻ നോക്കാം നമുക്ക്. അതായത് time complexity mainly depends on number of input. Okay, number of input. Time complexity mainly depends on number of input. ഈ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി സാധാരണ പറയാറ് f of a ഇങ്ങനെയാണ് നമ്മൾ. ഓക്കെ, and n is the number of input. ഓക്കെ, അപ്പോൾ കോംപ്ലക്സിറ്റി സാധാരണ പറയാറ് ഇങ്ങനെയാണ് f of a. അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണ് ഒരു ചെറിയൊരു പ്രോബ്ലം. അതായത് sum is equal to a plus b plus c. Average is equal to a plus b plus c by 2. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കോംപ്ലക്സിറ്റി നോക്കുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, 1 2 3 4 5 ആണ് ഈ ഒരു കോഡിന്റെ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ. ഇതേ പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആൻഡ് ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ 3. സം ബൈ 3. ഇവിടെ ഓപ്പറേറ്റേഴ്സ് നോക്കി 1 2 3. ഒരു പ്ലസ് ഓപ്പറേറ്റർ, 2 പ്ലസ് ഓപ്പറേറ്റർ, then ഡിവിഷൻ ഓപ്പറേറ്റർ. ടോട്ടൽ 3 ഓപ്പറേറ്റേഴ്സ്. വേണമെങ്കിൽ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അഡ്മിൻ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുന്നത് 1 2 3. സോ ഹിയർ ദ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഹിയർ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഈസ് 3. ഹിയർ നമ്പർ ഓഫ് സെയിം റിസൾട്ട് തരുന്നതാണ്. ഹിയർ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഈസ് 5. സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് അൽഗോരിതം ഈസ് ദിസ്. ഓക്കെ, നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എത്ര കുറവുണ്ടോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അൽഗോരിതം. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ പ്രോഗ്രാമിൽ ലൂപ്പൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ് അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ നോക്കണം.
for I is equal to 1, I less than or equal to 5, I plus plus, printf percentage d I n. Okay, so ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n+1 ടൈം എക്സിക്യൂട്ട് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n ടൈം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ കേസിൽ നമ്മൾ പറയാം, ഇത് നമ്മൾ സാധാരണ ഈ കോംപ്ലക്സിറ്റി പറയാറ് ഓർഡർ ഓഫ്, ഓക്കെ, ബിഗ് ഓഫ് നൊട്ടേഷൻ ആണ് ഓർഡർ ഓഫ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോംപ്ലക്സിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് n+1, കാരണം ഇത് n+1 ടൈം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കോംപ്ലക്സിറ്റി പറയുകയാണെങ്കിൽ ഓർഡർ ഓഫ് n. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കോംപ്ലക്സിറ്റി പറയുമ്പോൾ ഈ കോൺസ്റ്റന്റ് ടേംസ് സാധാരണ എടുക്കാറില്ല. സോ ഓർഡർ ഓഫ് n+1 ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n. സോ ഈ ടോട്ടൽ ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയാറ് ഓർഡർ ഓഫ്, ദാറ്റ് ഈസ് f ഓഫ് n ഈസ് ഈക്വൽ ടു കോംപ്ലക്സിറ്റി പറയാറ് ഓർഡർ ഓഫ് n. ഓക്കെ, സോ ഇതാണ് എന്ത് കോംപ്ലക്സിറ്റി ഓഫ് ദിസ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു 4 I is equal to 1, I less than or equal to n, I plus plus. ഇതിനോട് വീണ്ടും ഒരു 4 j is equal to 1, j less than or equal to n, j plus plus, printf percentage d I. ഓക്കെ, ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n+1 ടൈം എക്സിക്യൂട്ട് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n into n. ഓക്കെ, ഇതിൽ ഓരോ അതിലൊരു 1 ആകുമ്പോൾ ഇത് അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ ഒരു 2 ആകുമ്പോൾ അത് അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് n into n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്കറിയാം ഇവിടെ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n, ഇതിൻ്റെത് ഓർഡർ ഓഫ് n². ഓക്കെ, സോ ടോട്ടൽ ഇതിന്റെ കോംപ്ലക്സിറ്റി പറയാറ് f ഓഫ് n ഈസ് ഈക്വൽ ടു അത് ഏറ്റവും ഹയസ്റ്റ് ആണ് ഓർഡർ ഓഫ് n². സോ ദിസ് ഈസ് in this way we are calculating the complexity of the algorithm. അപ്പോൾ മറക്കണ്ട, ടൈം കോംപ്ലക്സിറ്റി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ, അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ടോട്ടൽ കോംപ്ലക്സിറ്റി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഇൻപുട്സ്. ഓക്കെ, അത് മറക്കരുത്. ഇനി നെക്സ്റ്റ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. Asymptotic notation is the simple and easiest method to describe the running time of an algorithm. Okay, ഒരു അൽഗോരിതത്തിന്റെ റണ്ണിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. ഇറ്റ് represent the efficiency and performance of an algorithm. Okay, ഒരു അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ. 3 നൊട്ടേഷൻസ് ആണ് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിലുള്ളത്. ഓക്കെ, ഒന്ന് ബെസ്റ്റ് കേസ്. ഓക്കെ, ബെസ്റ്റ് കേസ് നമ്മൾ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് കേസിന് തീറ്റ. ഓക്കെ, തീറ്റ നൊട്ടേഷൻ. ഓക്കെ, തീറ്റ നൊട്ടേഷൻ. Second one, average case, that is omega. Next one, worst case, that is big O. Okay, big O notation. So ഈ 3 നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി പറയാറ്. അതിൽ മെയിൻ ഇത്രയുള്ള ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ there is an array with some elements and I am going to search an element. Suppose ഞാൻ സെർച്ച് ചെയ്യുന്നത് 7 എലമെന്റ് ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് 7 കണ്ടെത്താൻ കഴിയും. ദാറ്റ് കേസ് ആ ഒരു കോംപ്ലക്സിറ്റി ഈസ് കോൾഡ് ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി. ബെസ്റ്റ് കേസ് minimum time, ഇതെന്താ ഉദ്ദേശം വെച്ചാൽ minimum time taken to complete the algorithm. Okay, the minimum time taken to complete the problem, minimum time. Next, suppose ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെന്റ് സപ്പോസ് ഒരു 5 ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെങ്കിൽ
Okay, it is the average time taken to, okay, minimum, this is minimum time, this is average time taken to complete the problem. And worst case പറഞ്ഞാൽ സപ്പോസ് ഞാൻ സെർച്ച് ചെയ്ത എലമെന്റ് ഒന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എലമെന്റ് അല്ലെങ്കിൽ എലമെന്റ് ഇല്ല. ഈ കേസ് സപ്പോസ് 1 സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ എലമെന്റ് ഇല്ലാത്ത എലമെന്റ് സെർച്ച് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് വേർസ്റ്റ് കേസ് complexity. That is, this is the maximum time taken. Okay, maximum time taken to complete the, അത് സാധാരണ പ്രൊസീജിയർ ബിഗ് O നൊട്ടേഷനിലാണ് ഈ ഒരു മാക്സിമം ടൈം ആണ് നമ്മൾ സാധാരണ കോംപ്ലക്സിറ്റി പറയുമ്പോൾ പറയാറ്. ഓക്കെ, so that's all about algorithm analysis. Thank you.